ദേശീയ രാഷ്ട്രീയത്തിൽ ജോസഫ് വിജയുടെ ജനപ്രീതി വർദ്ധിക്കുന്നു. രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ പരിഗണിക്കുന്ന നേതാക്കളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ പേരുമുണ്ട്. ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ നടത്തിയ സർവേയിലാണ് വിജയ് ശ്രദ്ധേയമായ നേട്ടം സ്വന്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 49% പേരുടെ പിന്തുണയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. രാഹുൽ ഗാന്ധിക്ക് 27% പിന്തുണ ലഭിച്ചപ്പോൾ വിജയ് 9% പിന്തുണയുമായി 3-ാം സ്ഥാനത്തെത്തി. ആദ്യമായിട്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള സർവേയിൽ ഉൾപ്പെടുത്തുന്നത്. 2024 രാഷ്ട്രീയ പ്രവേശനം നടത്തി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ വിജയ് 3 മാസം കൊണ്ട് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യതയുള്ള നേതാവെന്ന നിലയിൽ സർവേയിൽ ഇടം നേടിയത് ശ്രദ്ധേയമാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടണമെന്ന ആവശ്യങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിയായ TVKയ്ക്കുള്ളിൽ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. വിജയുടെ ദേശീയ രാഷ്ട്രീയ സാധ്യതകൾ ചർച്ചയാകുന്നതിനിടെ തൂത്തുക്കുടിയിൽ TVK പ്രവർത്തകർ വിജയ് അടുത്ത പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന പോസ്റ്ററുകളും സ്ഥാപിച്ചു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരാൾ പ്രധാനമന്ത്രിയാകണമെന്ന ആവശ്യവും TVKയിലെ ചില നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം TVKയുമായി സഖ്യത്തിലുള്ള കോൺഗ്രസ് രാഹുൽ ഗാന്ധി തന്നെയാണ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന നിലപാട് ആവർത്തിച്ചു. കോൺഗ്രസ് നേതാവ് ഉദയനിധി സ്റ്റാലിനും വിജയ് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വിജയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വളർച്ച TVK കോൺഗ്രസ് സഖ്യത്തിലും ഭാവിയിലെ രാഷ്ട്രീയ ചർച്ചകൾക്കിടയാക്കുമെന്നാണ് വിലയിരുത്തൽ. സർവേയിലെ കണക്കുകൾ പ്രകാരം പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ മോദി വ്യക്തമായ മുൻതൂക്കം നിലനിർത്തുകയാണ്. എന്നാൽ ആദ്യമായി സർവേയിൽ ഉൾപ്പെട്ട വിജയ് 9% പിന്തുണ നേടിയത് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ദേശീയ രാഷ്ട്രീയ സാധ്യതകൾക്ക് വലിയ മുൻതൂക്കമാണ് നൽകുന്നത്. അതേസമയം വേറിട്ട രാഷ്ട്രീയം തന്നെയാണ് തമിഴ്നാട്ടിൽ വിജയ് പിന്തുടരുന്നത്. തമിഴ്നാട് നിയമസഭയിൽ അത്യപൂർവമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. വ്യാഴാഴ്ച നടന്ന നിയമസഭാ സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രിയുടെ സ്ഥിരം ഇരിപ്പിടം ഒഴിവാക്കി മന്ത്രിമാർക്കൊപ്പം മുൻനിരയിലിരുന്ന് മുഖ്യമന്ത്രി പരമ്പരാഗത രീതികളെ മറികടന്നു. ഒരു മുഖ്യമന്ത്രി സഭയിൽ ഔദ്യോഗികമായി കസാര വിട്ട് മന്ത്രിക്കൊപ്പം വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള സമ്മേളനത്തിനിടയിലാണ് സ്പീക്കറുടെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തുള്ള തന്റെ പ്രത്യേക ഇരിപ്പിടത്തിൽ നിന്ന് വിജയ് എഴുന്നേറ്റ് മന്ത്രിമാരായ AK സെങ്കട്ടയ്യൻ, ആധവ് അർജുന എന്നിവർക്കിടയിലായി ചെന്നിരുന്നത്. സഹപ്രവർത്തകരുമായി സംസാരിക്കാനായി ജനപ്രതിനിധികൾ സീറ്റ് മാറുന്നത് സാധാരണമാണെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ തന്റെ ഔദ്യോഗിക ഇരിപ്പിടം മാറിയിരിക്കുന്നത് നിയമസഭാ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അതേസമയം സഭയിൽ ചർച്ച നടക്കുന്ന വേളയിൽ വകുപ്പ് സെക്രട്ടറിമാർ ഹാജരാകാത്തതിനെതിരെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തിയിരുന്നു. എന്നാൽ സെക്രട്ടറിമാർ തൊട്ടടുത്തുള്ള വാർ റൂമിൽ നിന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും സഭയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് സ്പീക്കർ JCD പ്രഭാകർ വ്യക്തമാക്കുകയായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.